ഹായ് ഇന്ന് ഞങ്ങളുടെ ആക്രി കൊടുക്കുന്ന ദിവസമാണ്. നമ്മൾ യൂസ് ചെയ്ത കുപ്പികളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് സ്റ്റോക്ക് ഫുള്ളാകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ള ആക്രി കടയെ കൊണ്ട് കൊടുക്കും. വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഫുൾ ടൈം ചിരിയും കാക്കയുടെ കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ ആണ് വോയിസ് ഓവർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിതുകൊണ്ട് പോകുന്ന വഴിയിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾക്ക് കുപ്പി എങ്ങനെയും കൊണ്ട് കൊടുത്താൽ മതി. കാരണം ഒരുപാടായി റൂമിൽ ഒരുപാട് ദിവസമായിട്ട് കുപ്പികളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുകയാണ് കൊണ്ട് കൊടുത്താലോ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ആരും ഇല്ലേ? ഒരു മാസത്തെ കളക്ഷനാണ് ഞങ്ങൾ. ഗായ്സ്, നിങ്ങൾ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എന്നാ ചെയ്യുന്നത്? വഴിയിലെങ്ങും വലിച്ചെറിയരുത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണും. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്തോളും. ഞങ്ങളുടെ അടുത്ത് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. പുള്ളിക്കാർ വേഗം അകത്ത് പോയി. 25 രൂപയാണ് ഞങ്ങൾക്ക് തന്നത് 2.5 കിലോയ്ക്ക്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വർക്ക്ഷോപ്പ് അല്ലേ? വർക്ക്ഷോപ്പിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇനിയും തൊട്ട് കുപ്പി കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കാൻ, അവർക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനാണ്. ഫാൻസായി പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് പോകുന്ന ആ ചായക്കടയിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയിൽ വലിച്ചെറിയുന്നതിനെക്കാട്ടും നല്ലത് കടയിൽ കൊണ്ട് കൊടുക്കുന്നത്. അതാ 25 രൂപയെങ്കിൽ 25 രൂപ ഞങ്ങൾ അടുത്ത ജ്യൂസ് വാങ്ങിക്കല്ലേ. അതെ, അടുത്ത ജ്യൂസിനാണ് ഞങ്ങളുടെ പൈസ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പോയ വഴിയിലൊരു കാഴ്ച കാണിച്ചു തരാവേ. ഹരിതകർമ്മസേന കൃത്യമായി കളക്ട് ചെയ്ത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. എന്തായാലേ ഗായ്സ്, ഞങ്ങൾ പറയുമായിരുന്നു എത്ര മന്തിയുടെ പൈസ ഇരിക്കുന്നതെന്ന്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.